എൻ്റെ പിതാവ് നിങ്ങൾക്ക് അനുവാദം നൽകിയിട്ടുണ്ടാകാം. എങ്കിലും ഒരു രാജകുമാരനോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? മറ്റുള്ളവരെ സ്വാഗതം ചെയ്യാൻ നീ പഠിച്ചിട്ടില്ല. വ്യത്യസ്ത ലോകങ്ങളിലെ ആളുകളെ മനുഷ്യരെപ്പോലെ കാണാൻ നീ പഠിച്ചിട്ടില്ല. നീ അഹങ്കാരത്തിൽ ജീവിച്ചു. നിനക്ക് ഭരിക്കണം, പക്ഷേ സ്നേഹം എന്താണെന്ന് നിനക്കറിയില്ല. മഹാരാജാവേ, യുവരാജാവ് നാഗവർദ്ധനൻ ഇന്ന് പ്രജാപരിപാലന പരീക്ഷയിൽ വിജയിച്ചിരിക്കുന്നു. 100 നാഗപണ്ഡിതന്മാർ അദ്ദേഹത്തെ പരീക്ഷിച്ചു. അദ്ദേഹം എല്ലാവരിലും ഒന്നാമനായി. ജയ ജയ നാഗവർദ്ധൻ മഹാരാജ്! നാഗവർദ്ധന, നീ ഈ സിംഹാസനം ഏറ്റെടുക്കുന്ന ദിവസം അടുത്തു കഴിഞ്ഞു. പക്ഷേ ആ ദിവസം വരുന്നതിന് മുൻപ് എനിക്ക് നിന്നോട് ഒരു സത്യം പറയാനുണ്ട്. പറയൂ പിതാവേ, ഞാൻ കേൾക്കാൻ തയ്യാറാണ്. നാഗലോകത്തിൻ്റെ ശക്തി രാജാവിലല്ല, സൈന്യത്തിലല്ല, മണികളിലുമല്ല. ആ ശക്തി സ്നേഹത്തിലാണ്. നിന്നെ നിന്റെ യഥാർത്ഥ രൂപത്തിൽ അംഗീകരിക്കുന്ന ഒരു ഹൃദയം നിനക്ക് ലഭിക്കുമ്പോൾ മാത്രമേ നീ ഒരു യഥാർത്ഥ രാജാവാകൂ. പിതാവേ, കാമാക്ഷി എന്നെ സ്നേഹിക്കുന്നുണ്ട്. നാഗലോകത്ത് എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്. നിങ്ങൾ പറയുന്ന ആ സ്നേഹം ഇപ്പോൾ തന്നെ എൻ്റെ പക്കലുണ്ടല്ലോ. ആ സ്നേഹം നിന്റെ പക്കലുണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടാകാം മകനെ. തോന്നുന്നതും ഉള്ളതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇന്നത്തെ പരീക്ഷയിൽ അങ്ങായിരുന്നു ഏറ്റവും മുൻപിൽ. നാഗലോകം മുഴുവൻ അങ്ങയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അത് സഹജം. ഞാൻ യുവരാജാവാണ്. കുറവായാൽ അത് അപ്രതിഷ്ഠയല്ലേ? അങ്ങയ്ക്ക് ഭയം തോന്നുന്നില്ലേ? ഒരു ദിവസം അങ്ങ് രാജാവാകുമെന്നും ഉത്തരവാദിത്തങ്ങൾ ഒരുപാട് കൂടുമെന്നും ഓർക്കുമ്പോൾ? ഭയമോ? ആ വാക്കിൻ്റെ അർത്ഥം എനിക്കറിയില്ല കാമാക്ഷി. ഞാൻ നാഗവർദ്ധനനാണ്, നാഗലോകത്തിൻ്റെ രാജാവാകേണ്ടവൻ. അതെൻ്റെ ജന്മാവകാശമാണ്. ജന്മാവകാശമോ? പക്ഷേ രാജകുമാരാ, രാജ്യം വെറും അധികാരം കൊണ്ട് മാത്രം മുന്നോട്ടു പോകില്ലല്ലോ, അല്ലേ? നീ വളരെ കുറച്ചേ സംസാരിക്കാറുള്ളൂ കാമാക്ഷി, പക്ഷെ ഒരിക്കലും തെറ്റായൊന്നും പറയാറില്ല. അതുകൊണ്ടാണ് എനിക്ക് നിന്നെ ഇഷ്ടം. യുവരാജാവേ, ഇന്ന് അങ്ങയുടെ യുദ്ധകലാ അഭ്യാസമുള്ള ദിവസമല്ലേ? ഇവിടെ എന്ത് ചെയ്യുകയാണ്? ഗുരുദേവ, ഈ പുരാതന ഗ്രന്ഥത്തിൽ ഭൂലോകത്തെക്കുറിച്ച് ഒരുപാട് എഴുതിയിട്ടുണ്ട്. അവർക്ക് നമ്മളെക്കുറിച്ച് അറിവുണ്ടോ? ചിലർക്കറിയാം. നദികളിലും തടാകങ്ങളിലും മലകളിലും നാഗങ്ങൾ വസിക്കുന്നുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു. ചിലർ പൂജിക്കുന്നു, ചിലർ ഭയപ്പെടുന്നു. അവർ നമ്മളെ ആരാധിക്കുന്നു, പക്ഷേ നമ്മളെ അവർക്ക് കാണാൻ കഴിയില്ല. ഇതൊരു നീതിയാണോ ഗുരുദേവ? 2 ലോകങ്ങൾക്കിടയിൽ ഒരു അതിർത്തി ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് യുവരാജാവേ. അതാണ് നിയമം, മഹാരാജാവുണ്ടാക്കിയ നിയമം. പക്ഷെ ഞാൻ രാജാവാകുമ്പോൾ ഈ നിയമം ഞാൻ മാറ്റിയെഴുതും. നിയമങ്ങൾ വെറുതെ ഉണ്ടാക്കുന്നതല്ല യുവരാജാവേ, ജാഗ്രത പാലിക്കണം. അവർ അവിടെയുണ്ട്. നമുക്ക് മുകളിലൂടെ നടക്കുന്നു. നമ്മുടെ നദികളിൽ സ്നാനം ചെയ്യുന്നു. അവർക്ക് നമ്മളെക്കുറിച്ചൊന്നും അറിയില്ല. യുവരാജാവേ, ഈ ക്ഷേത്രത്തിൽ ആരോ ഉണ്ട്. അങ്ങ് ഉള്ളിലേക്ക് പോകരുത്. ഞാനൊന്ന് പോകട്ടെ, നീ പുറത്തു തന്നെ നിൽക്കൂ. ഋഷീന്ദ്ര, നിങ്ങൾ ഞങ്ങളുടെ നാഗലോകത്താണ്. മഹാരാജാവിൻ്റെ അനുവാദമില്ലാതെയോ? ഈ ക്ഷേത്രം ഉപയോഗിക്കാൻ നിങ്ങൾക്ക് ആരാണ് അനുമതി നൽകിയത്? രാജകുമാര, സംസാരിക്കുന്നതിന് മുൻപ് അനുവാദം ചോദിക്കണമെന്ന് നീ പഠിച്ചിട്ടില്ലേ? ഇത് ഞങ്ങളുടെ നാഗലോകമാണ്. ഇവിടെ എൻ്റെ പിതാവാണ് രാജാവ്, ഞാൻ വരാനിരിക്കുന്ന രാജാവും. അനുവാദം ചോദിക്കേണ്ടത് നിങ്ങളാണ്, ഞങ്ങളല്ല. ശക്തനായ വ്യക്തി എപ്പോഴും അധികാരത്തിൻ്റെ ഭാഷ സംസാരിക്കും. പക്ഷേ ബലഹീനനായ വ്യക്തി മാത്രമേ മര്യാദ പഠിക്കൂ. നിന്റെ പക്കൽ ശക്തിയുണ്ട്, പക്ഷേ
മര്യാദയില്ല. പറയൂ, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? അല്ലെങ്കിൽ എൻ്റെ സൈനികർ നിങ്ങളോട് സംസാരിക്കും. ഞാനിവിടെ നിന്റെ പിതാവിൻ്റെ അനുവാദത്തോടെയാണുള്ളത്. അറിയാമോ, അദ്ദേഹം തന്നെയാണ് എന്നെ ക്ഷണിച്ചത്. തൻ്റെ മകന് മര്യാദ പഠിക്കാനുള്ള സമയം വരുമ്പോൾ ഒരു ഋഷി വരുമെന്ന് അദ്ദേഹത്തിന് മുൻപേ അറിയാമായിരുന്നു. എൻ്റെ പിതാവ് നിങ്ങൾക്ക് അനുവാദം നൽകിയിട്ടുണ്ടാകാം. എങ്കിലും ഒരു രാജകുമാരനോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? മറ്റുള്ളവരെ സ്വാഗതം ചെയ്യാൻ നീ പഠിച്ചിട്ടില്ല. വ്യത്യസ്ത ലോകങ്ങളിലെ ആളുകളെ മനുഷ്യരെപ്പോലെ കാണാൻ നീ പഠിച്ചിട്ടില്ല. നീ അഹങ്കാരത്തിൽ ജീവിച്ചു. നിനക്ക് ഭരിക്കണം, പക്ഷേ സ്നേഹം എന്താണെന്ന് നിനക്കറിയില്ല. എന്നെ വിലയിരുത്താൻ നിങ്ങൾക്ക് ഒരു അവകാശവുമില്ല. അധികാരം വേണമെങ്കിൽ അതിനുള്ള യോഗ്യതയും വേണം. എന്നെ വിലയിരുത്താൻ നിനക്ക് യോഗ്യതയില്ല, പക്ഷേ എനിക്ക് നിന്നെ വിലയിരുത്താൻ കഴിയും. ഞാൻ നാഗലോകത്തിൻ്റെ യുവരാജാവാണ്. എൻ്റെ പിതാവ് ഈ ലോകത്തിൻ്റെ മഹാരാജാവാണ്. നിങ്ങൾ വെറുമൊരു അതിഥി മാത്രമാണ്. അതിഥികൾ ഇങ്ങനെയല്ല സംസാരിക്കേണ്ടത്. യുവരാജാവ് എന്ന പദവി നിനക്ക് ജനനാലെ ലഭിച്ചതാണ്. അത് നിന്റെ മഹത്വമല്ല, നിന്റെ പിതാവിൻ്റെ മഹത്വമാണ്. പ്രജാപരിപാലന പരീക്ഷയിൽ ഞാൻ ഒന്നാമനായാണ് വിജയിച്ചത്. നാഗലോകത്ത് എല്ലാവരും എന്നെ ബഹുമാനിക്കുന്നു. എൻ്റെ അറിവിലോ ശക്തിയിലോ ആർക്കും സംശയമില്ല. ആളുകൾ നിന്നെ ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നില്ല. നീ ആ വ്യത്യാസം അറിയുന്നുണ്ടോ? കാമാക്ഷി എന്നെ സ്നേഹിക്കുന്നു. അവൾ നിന്നെ സ്നേഹിക്കുന്നുണ്ടോ? അതോ നിന്റെ പദവിയെയോ? നാളെ നീ രാജാവല്ലാതായാൽ, ഒരു പാമ്പായി മാറി ഏതെങ്കിലും നദിയിൽ ഒറ്റയ്ക്ക് കഴിഞ്ഞാൽ, അപ്പോഴും അവൾ നിന്റെ കൂടെയുണ്ടാകുമോ? നിനക്കറിയില്ല. അതാണ് നിന്റെ പ്രശ്നം. നിന്റെ പിതാവിൻ്റെ തണലില്ലാതെ നീ ഒരിക്കലും മുന്നോട്ട് പോയിട്ടില്ല. സാധാരണ ജനങ്ങളുടെ കഷ്ടപ്പാടുകൾ എന്താണെന്ന് നീ ഒരിക്കലും അനുഭവിച്ചിട്ടില്ല. ജനങ്ങളുടെ സ്നേഹത്തിൻ്റെ വില മനസ്സിലാക്കുന്ന ദിവസം നീ ഒരു യഥാർത്ഥ രാജാവാകും. നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എന്നെ പാഠം പഠിപ്പിക്കാമെന്ന് കരുതുന്നുണ്ടോ? നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാനാകില്ല. എനിക്കങ്ങനെ ചെയ്യാൻ ആഗ്രഹമില്ല നാഗവർദ്ധന. പക്ഷേ നിന്നിൽ എന്ത് മാറ്റമാണോ വരേണ്ടത് അത് സംഭവിക്കും. ഇത് നിന്റെ പിതാവിൻ്റെയും ആഗ്രഹമാണ്. എൻ്റെ മകന് ഒരു പാഠം ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അച്ഛനാണോ? അച്ഛൻ തന്നെയാണോ പറഞ്ഞത്? സ്നേഹിക്കുന്ന പിതാവ് ചിലപ്പോൾ കഠിനമായി പെരുമാറും. നിനക്കത് ഇതുവരെ മനസ്സിലായിട്ടില്ല. എനിക്ക് നിങ്ങളുടെ ഉപദേശം ആവശ്യമില്ല. ഞാൻ ഇതുവരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എൻ്റെ രാജ്യത്ത് ഞാൻ തന്നെയാണ് രാജാവ്. എൻ്റെ തീരുമാനമാണ് അവസാന തീരുമാനം. നാഗവർദ്ധന, നീ ഇനി മുതൽ ഭൂലോകത്ത് വസിക്കും. ഒരു ശുദ്ധാത്മാവ് നിന്റെ ഉള്ളിലെ മനുഷ്യനെ സ്നേഹിക്കുന്നതുവരെ, അവൾ നിന്നെ അംഗീകരിക്കുന്നതുവരെ, അവളുടെ കണ്ണുനീർ തുള്ളി നിന്നെ സ്പർശിക്കുന്നതുവരെ നീ നാഗരൂപത്തിൽ ഒറ്റയ്ക്ക് കഴിയണം. അതുവരെ നാഗലോകത്തു നിനക്ക് സ്ഥാനമില്ല. വേണ്ട, ഇത് അന്യായം. ഞാൻ എന്ത് തെറ്റ് ചെയ്തു? കുറച്ചൊന്ന് ഗർവത്തിൽ പറഞ്ഞുപോയി. അതിന് ഇത്ര വലിയ ശിക്ഷയോ? അഭിമാനത്തോടെ സംസാരിക്കുന്നത് പാപമല്ല നാഗവർദ്ധന. പക്ഷേ ആ അഭിമാനം കാരണം മറ്റൊരാളുടെ ദുഃഖം കാണാൻ കഴിയാത്തത്, അതാണ് പാപം. നിനക്കൊരിക്കൽ പോലും മറ്റൊരാളുടെ വേദന തോന്നിയിട്ടില്ല. രാജാവാകാൻ അതറിയേണ്ടത് അത്യാവശ്യമാണ്. ഋഷീന്ദ്ര, എന്നോട് ക്ഷമിക്കണം. ഞാൻ പറഞ്ഞത് തെറ്റാണ്. എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഇനി മറ്റു മാർഗങ്ങളൊന്നുമില്ലേ? ഇപ്പോൾ വിനയം വന്നിട്ടുണ്ട്, പക്ഷേ അത് ഭയം കാരണമാണ്. എനിക്കത് വേണ്ട. ഭയമില്ലാതെ, പദവിയില്ലാതെ, എല്ലാം നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന യഥാർത്ഥ വിനയം നീ പഠിക്കൂ നാഗവർദ്ധന. എന്നിട്ട് തിരികെ വരൂ. ഇതാണല്ലേ ഭൂലോകം. ഇവിടെ ഞാൻ വെറുമൊരു പാമ്പാണ്. ഇവിടുള്ളവർക്ക് എൻ്റെ പേരറിയില്ല. എൻ്റെ നാഗലോകത്തെക്കുറിച്ച് അറിയില്ല. ഞാനൊരു രാജകുമാരനാണെന്ന് അവർക്കറിയില്ല. അവർക്കൊരേ ഒരു കാര്യമേ കാണാൻ കഴിയുന്നുള്ളൂ, ഒരു നാഗം. മഹാരാജാവേ, യുവരാജാവിനെ എങ്ങും കാണുന്നില്ല. ഞങ്ങൾ രാത്രി മുതൽ അദ്ദേഹത്തെ തിരയുകയാണ്. അന്വേഷിക്കേണ്ട. നടക്കേണ്ടത് നടന്നു കഴിഞ്ഞു.
ഋഷി ദുർവാസ. ഞാൻ തന്നെയാണ് അദ്ദേഹത്തെ ദുർവാസാവ് മഹർഷിയെ വിളിച്ചു വരുത്തിയത്. എൻ്റെ മകന് ജീവിതത്തിലെ ഒരു പാഠം പഠിക്കാൻ വേണ്ടി. ഇപ്പോൾ അവൻ എവിടെയോ ഒറ്റയ്ക്കാണ്. രാജാവാകാൻ പഠിക്കുകയാണ്. അവരെന്നെ കണ്ട് ഭയപ്പെടുകയാണ്. ഞാൻ അവർക്കൊരു ദോഷവും വരുത്തിയിട്ടില്ലാഞ്ഞിട്ട് പോലും. അവർക്ക് വെറുമൊരു പാമ്പിനെ മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. ദുർവാസാവ് മഹർഷി പറഞ്ഞിരുന്നു, ഞാൻ മറ്റുള്ളവരെ അംഗീകരിച്ചിട്ടില്ലെന്ന്. ഒരാൾ നമ്മളെ അംഗീകരിക്കാതിരിക്കുമ്പോൾ എത്രമാത്രം വേദനയുണ്ടാകുമെന്ന് ഇപ്പോൾ മനസ്സിലാകുന്നു. നാഗലിംഗേശ, എന്റെ മകൻ മാരകമായ രോഗത്തിലാണ്. വൈദ്യന്മാർക്കും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇനി നീ തന്നെ ശരണം. നീ തന്നെ ഇവനെ രക്ഷിക്കണം. നാഗദേവ, അങ്ങ് സാക്ഷാൽ നാഗദേവൻ തന്നെയാണോ? എന്റെ മകൻ രക്ഷപ്പെടുമോ? അവൾ എന്നെ കണ്ട് ഓടിപ്പോയില്ല. എന്നെ ദൈവമായി കരുതി അവൾ പൂജിച്ചു. എനിക്കിപ്പോൾ മനസ്സിലായി, മനുഷ്യന് മനുഷ്യനെ വേണം, പാമ്പിന് പാമ്പിനെ. പക്ഷേ ഒരാൾ ഒറ്റപ്പെടുമ്പോൾ എല്ലാവർക്കും ഒരു കൂട്ടാവശ്യമാണ്. എന്താണെന്നറിയില്ല, ഈ പെൺകുട്ടി മറ്റുള്ളവരെ പോലെയല്ല. ഇവളുടെ സംസാരത്തിലും ചിരിയിലും ഒരു പ്രത്യേക സമാധാനമുണ്ട്. ദുർവാസാവ് മഹർഷിയുടെ വാക്കുകൾ വീണ്ടും കേൾക്കുന്നു. ഒരു ശുദ്ധാത്മാവ് നിന്നെ സ്നേഹിക്കുന്നതുവരെ. അനാമിക, ഓടിക്കോ, അതൊരു നാഗമാണ്. പേടിക്കണ്ട, നിന്നെ ഞാൻ നോവിക്കില്ല. നീ സംസാരിക്കുകയാണോ? അതെ, എനിക്ക് സംസാരിക്കാൻ കഴിയും. എനിക്ക് നിന്റെ ഒരു വാക്ക് വേണം. നീ എന്നെ വിവാഹം കഴിച്ച് എൻ്റെ നാഗലോകത്തിൻ്റെ മഹാറാണിയായി വരണം. നീ സമ്മതിച്ചാൽ മാത്രമേ ഞാനിവിടെ നിന്ന് മാറുകയുള്ളൂ. നീ ഒരു പാമ്പിനെ വിവാഹം കഴിക്കാനാണോ പറയുന്നത്? ശരി, നിന്റെ ഇഷ്ടം പോലെ. ആദ്യം എന്റെ വസ്ത്രങ്ങൾ തരൂ. എന്റെ സഹോദരന്മാർ വന്നാൽ നിന്നെ കൊന്നുകളയും. എല്ലാവരും എന്നെ കണ്ട് ഓടിപ്പോകുന്നു. പക്ഷേ ഇവൾ ഒരു പാമ്പിന് വാക്ക് നൽകിയിരിക്കുന്നു. യുവരാജാവേ, അങ്ങ് തിരിച്ചു വന്നോ? 10 വർഷം ഭൂലോകത്ത് കഴിഞ്ഞു. ഓരോ ദിവസവും പുതിയ പാഠങ്ങളായിരുന്നു. അവരെന്നെ കണ്ട് ഓടിപ്പോകുമായിരുന്നു. ഞാൻ അവർക്കൊരു പരിക്കും ഏൽപ്പിച്ചില്ല. എന്നിട്ടും അവർക്കെന്നെ വിശ്വാസമില്ലായിരുന്നു. അങ്ങ് വീണ്ടും മനുഷ്യരൂപത്തിലായല്ലോ. ശാപം അവസാനിച്ചോ? ഇല്ല, നാഗലോകത്ത് മാത്രമേ എനിക്ക് മനുഷ്യരൂപത്തിലിരിക്കാൻ കഴിയൂ. പുറത്തിറങ്ങിയാൽ ഉടൻ വീണ്ടും പാമ്പായി മാറും. പക്ഷെ ഞാൻ രാമാപുരം ഗ്രാമത്തിലെ ഒരു പെൺകുട്ടിക്ക് വാക്ക് നൽകിയിട്ടുണ്ട്. വാക്കോ? ഒരു പെൺകുട്ടിയുണ്ട്, അനാമിക. അവൾ എന്നെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. അവൾ സമ്മതിച്ചോ? സത്യമാണോ? അറിയില്ല, പക്ഷേ സമയം വരുമ്പോൾ എല്ലാം മനസ്സിലാകും. ആദ്യം ഞാൻ എൻ്റെ പിതാവിനെ കാണട്ടെ. പിതാവേ, ഞാൻ അഹങ്കാരത്തോടെ പെരുമാറി. ദുർവാസാവ് മഹർഷിയോട് അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു. അദ്ദേഹം വന്നതിനു പിന്നിൽ അങ്ങായിരുന്നോ? എനിക്ക് പഠിപ്പിക്കാൻ കഴിയാത്ത പാഠം ഒരു ഗുരു പഠിപ്പിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ ചെയ്തത് തെറ്റാണോ? ഇല്ല. 10 വർഷം ഭൂലോകത്ത് കഴിഞ്ഞു. ഓരോ ദിവസവും ഓരോന്ന് പഠിച്ചു. ആളുകൾ എന്നെ കണ്ട് ഭയന്നു. ഞാൻ അവർക്ക് ദോഷം ചെയ്തില്ലെങ്കിലും അവർക്ക് വിശ്വാസം വന്നില്ല. ഒരു വൃദ്ധ എന്നെ ദൈവമായി കണ്ടു പൂജിച്ചു. ആ നിമിഷം എനിക്ക് മനസ്സിലായി, ഒരാളെ അയാളുടെ യഥാർത്ഥ രൂപത്തിൽ അംഗീകരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന്. ഇപ്പോൾ മനസ്സിലായോ സ്നേഹം എന്താണെന്ന്? കുറച്ചൊക്കെ. ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ രാമാപുരത്തെ ഒരു പെൺകുട്ടിക്ക് വാക്ക് നൽകിയത്. അവൾ സമ്മതിച്ചോ? സമ്മതിപ്പിച്ചു. അവൾ എന്നെ കണ്ട് പേടിച്ച് ഓടിയില്ല. പകരം അവിടെ തന്നെ നിന്നു. അത് തന്നെ ധാരാളം.
അങ്ങ് തിരിച്ചു വന്നല്ലോ യുവരാജാവേ. 10 വർഷം ഞാൻ കാത്തിരിക്കുകയായിരുന്നു. കാമാക്ഷി, അങ്ങ് ഏതോ പെൺകുട്ടിക്ക് വാക്ക് നൽകിയെന്ന് കേട്ടു. അവൾ അങ്ങേക്ക് അനുയോജ്യയാണോ? അറിയില്ല. പക്ഷെ ദുർവാസാവ് മഹർഷി പറഞ്ഞിരുന്നു ശാപം അവളിലൂടെ മാത്രമേ അവസാനിക്കൂ എന്ന്. എങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. അങ്ങ് നാഗലോകത്തിന്റെ രാജാവാകുന്നതാണ് ഏറ്റവും പ്രധാനം. പോകൂ, അങ്ങയുടെ ശാപം മാറാൻ ഞാൻ പ്രാർത്ഥിക്കാം. രാമാപുരത്ത് അനാമിക എന്ന പേരുള്ളൊരു പെൺകുട്ടിയുണ്ട്. അവൾ എന്നെ വിവാഹം കഴിക്കാമെന്ന് വാക്ക് നൽകിയിട്ടുണ്ട്. ആ വാക്കിൻ പ്രകാരം എനിക്ക് അവളെ നാഗലോകത്തേക്ക് കൊണ്ടുവരണം. അവൾ ശരിക്കും സമ്മതിക്കുമോ? അവൾ വാക്ക് തെറ്റിക്കുന്ന കൂട്ടത്തിലല്ല. അവളുടെ കുടുംബത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അവരുടെ വംശത്തിൽ വാക്കിന് വലിയ വിലയുണ്ട്. അവളുടെ കുടുംബം സമ്മതിക്കുമോ? മനുഷ്യരുടെ കാര്യം പറയാൻ കഴിയില്ല യുവരാജാവേ. അവരെപ്പോഴാണ് മാറുന്നതെന്നറിയില്ല. അവളുടെ മനസ്സ് മാറില്ല. എന്താണെന്നറിയില്ല. പക്ഷെ എനിക്ക് വിശ്വാസമുണ്ട്. അനാമിക, ഞാൻ നിന്നെ ചതിച്ചു. നിർബന്ധപൂർവം നിന്നിൽ നിന്ന് വാക്ക് വാങ്ങി. അത് തെറ്റായിരുന്നു. പക്ഷെ എനിക്ക് മറ്റു വഴികളൊന്നുമില്ലായിരുന്നു. നീ നാഗലോകത്ത് വരുമ്പോൾ, എന്നെ കാണുമ്പോൾ നിനക്ക് മനസ്സിലാകും ഞാൻ വെറുമൊരു പാമ്പല്ലെന്ന്. അതിനുശേഷം എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിക്കില്ല. ആ തീരുമാനം നിൻ്റേതായിരിക്കും. അതാണ് നീതി. ഒരു പാമ്പ് എന്നോട് സംസാരിച്ചു. നാഗലോകത്തെക്കുറിച്ച് പറഞ്ഞു. ഞാൻ അവന് വാക്ക് നൽകി. എനിക്കിനി പിന്മാറാൻ കഴിയില്ല. അവന്റെ കണ്ണുകളിൽ വലിയ വേദനയുണ്ടായിരുന്നു. അവൾ അവളുടെ വാക്ക് തെറ്റിക്കില്ല. പക്ഷേ അവൾ നാഗലോകത്തേക്ക് വരികയാണെങ്കിൽ അത് അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരമായിരിക്കണം. അത് നടക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല.